വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലെ പാലേപ്പറമ്പിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KP ഇന്ദിര, വൈസ് പ്രസിഡന്റ് AK മുസ്തഫ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AT നാസർ എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ V വിനോദ് കുമാർ, വില്ലേജ് ഓഫീസർ സുനിൽ കുമാർ എന്നിവരുമായി MLA ചർച്ച നടത്തി. തിരൂർ തഹസിൽദാർ, ജില്ലാ ജിയോളജി ഓഫീസർ എന്നിവരുമായി ഫോണിലും ബന്ധപ്പെട്ട ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ വിലയിരുത്തി. ജിയോളജി വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്ത് താൽക്കാലികമായി ഷീറ്റ് വിരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. മഴയ്ക്ക് ശമനമായി മണ്ണ് ഉറച്ച ശേഷമാകും മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയെന്നും ജില്ലാ ജിയോളജി ഓഫീസർ വ്യക്തമാക്കി. ജിയോളജി സോയിൽ കൺവെൻഷൻ, ദുരന്ത നിവാരണ വിഭാഗം, ഹസാർഡ് വിംഗ് എന്നിവയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം പ്രദേശം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. പ്രദേശവുമായി ബന്ധപ്പെട്ട സന്ദർശനം നടത്തിയതാണ്. അവിടെ തഹസിൽദാർ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അടക്കമുള്ള ആളുകൾ വിവിധമായ ഒരു കഴിഞ്ഞാൽ ഏത് സമയത്തും താഴോട്ട് പോയി ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. കലക്ടർ ബന്ധപ്പെട്ടത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താൽക്കാലികമായ ഒരു പരിഹാരം എന്നുള്ളത് കൃഷിയിട്ടിട്ട് വെള്ളം ഇറങ്ങാതെ നോക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ജിയോളജിസ്റ്റും അതുപോലെ തന്നെ സോയിൽ കൺസർവേഷൻ്റെ ആളുകളും ഹസാർഡ്സിൻ്റെ ആളുകളും ഒക്കെ വന്ന് ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടത്തി മണ്ണെടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം വന്ന് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥ കൂടി അനുകൂലമാകുകയാണെങ്കിൽ നാളത്തോടുകൂടി ഈ മണ്ണ് എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാം എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.